ഹായ് ഗായ്സ്, ഞാൻ ആയുഷ്. ചൂട് കാരണം രാവിലെ തന്നെ കിടക്കുക ഫാനൊക്കെ നോക്കി. ബൈ രാവിലെ അല്ല, ഉച്ച 1:30 കഴിഞ്ഞപ്പോൾ സമയം. ഇപ്പോഴാണ് ഞാൻ എണ്ണിച്ചേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വാട്ടർ ഈറ്റിനിടെ കണ്ടാലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെയും കുട്ടി തന്നെ ചായ കുടിച്ചു തുടങ്ങാം. ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഇവൻ എന്നും ഈ ചായ കുടി മാത്രമേ ഉള്ളൂ എന്ന്. എനിക്കാണെങ്കിൽ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും. പൂമ്പാറ്റയാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിലൊക്കെ കിടന്ന് നീരാടുന്നു, ചൂടല്ലേ. അങ്ങനെ ഞാൻ ചായയും കുടിച്ച് മരുന്നും കഴിച്ച് നേരെ രാവിലെ എന്തുവാ കഴിക്കാനുള്ളതെന്ന് പോയി നോക്കി. രാവിലെ തന്നെ തള്ളാനുള്ള എല്ലാ വകയുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം പുട്ടും കടലയും. അങ്ങനെ നോക്കി ഇനി പുട്ടും കടലയും കഴിച്ചിട്ടാവാൻ ബാക്കിയല്ല. അങ്ങനെ ഞാൻ പതുക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കുക. അങ്ങനെ പുട്ടൊക്കെ കഴിച്ച് ഞാൻ നേരെ പോയി ക്ലോക്കെ നോക്കിയപ്പോൾ ദാണ്ടെ 3:10 അപ്പോഴാണ് ഞാൻ ആലോചിച്ച ഉപ്പുവെള്ളം കൊണ്ടില്ലല്ലോ എന്ന്. പിന്നെ ഉപ്പുവെള്ളം കൊണ്ട് ഞാനൊരു തണ്ണിമത്തനും കഴിച്ച് വെളിയിൽ ഇങ്ങനെ ആ പ്രകൃതി ഭംഗിയെ ആസ്വദിച്ച് പതുക്കെ കഴിച്ചുകൊണ്ടിരുന്നു. കഴിച്ചിട്ട് സൈഡിലോട്ട് തിരിഞ്ഞപ്പോൾ ദാണ്ടെ പൂമ്പാറ്റ ആടിനെ ഉമ്പോലിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 4:30 ആയപ്പോൾ ഞാൻ പിന്നെയും പോയി ചായ കുടിച്ച്. കാരണം ചായ അല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല. ചായ കുടിച്ചോണ്ടിരുന്നപ്പോൾ അതാണ്ട് പൂമ്പാറ്റ അമ്മച്ചമ്മ എടുക്കയിലോട്ട് പോകുന്ന വഴിയാണ് ഇത്. അങ്ങനെ പെട്ടെന്ന് പോയി ഞാൻ ഫ്രഷ് ആയിട്ട് വന്ന്. അപ്പോൾ അതാണ്ട് അമ്മ ഹെൽമെറ്റും തൂക്കി പിടിച്ചോണ്ട് വരുന്നു. കപ്പ് നൂഡിൽസ് വാങ്ങിച്ചോണ്ട് വരണേ, വാട്ടർ ഈറ്റിനിടെ ആന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടതാ. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഒന്നും കണ്ടില്ല. ഞാൻ ഒന്നും വാങ്ങിച്ചില്ലെന്നല്ല, 3 ലേസ് വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഇത് ഞാൻ വാങ്ങിച്ചതാ, പേടിക്കണ്ട. ഇത് ഞാൻ നേരത്തെ ഡിക്കിക്കകത്ത് എടുത്തിട്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു പോയത് എൻ്റെ മാതാസ്ത്രം. അങ്ങനെ 5 മണി ആയപ്പോഴാണ് ഞാൻ എൻ്റെ ഉച്ചത്തെ കഴിക്കാൻ തരുന്നത്. അമ്മയാക്കി എന്നത്തേയും കൂട്ടി നല്ല കിഡിലെ മുട്ടച്ചോറ് ഇന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ മുട്ടച്ചോറിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പം. അമ്മയാണെങ്കിൽ സൈഡിൽ കൂടെ അച്ചാറും കൊണ്ടിടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അംഗത്തിലോട്ട് പോവാം, കഴിക്കണ്ടേ അല്ലേ. ഇതെൻ്റെ കലാപരിപാടിയാണ്. അമ്മ പുഴുങ്ങിയ 3 കാടമുട്ട എടുത്ത് നേരെ ഇങ്ങോട്ടങ്ങ് വെച്ച്. അപ്പം നിങ്ങൾ ആലോചിക്കും, ഇവന് കണക്കറിയത്തില്ലേ, ദോണ്ടെ മറ്റേ പാത്രത്തിലുണ്ട് 3ാമത്തെ മുട്ട. അങ്ങനെ ഒരു പിടി ചോറും കഴിച്ച് മുട്ടയും കഴിച്ച് ഞാൻ കഴിക്കാനിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ഞാൻ നേരെ വന്നപ്പോൾ കാണുന്നതാണ്ട് പൂമ്പാറ്റ ഒരു പാത്രമായിട്ട് വരുന്നത്. എന്തുവാന്ന് ചോദിച്ചപ്പം തേങ്ങാ വെള്ളം. പിന്നെ അതും കുടിച്ച് ഞാൻ ബാക്കി ലേസ് കഴിക്കാനിരുന്നു. കാരണം ഒരു ലേസ് ഞാൻ പൊട്ടിച്ച് പതുക്കെ പൂമ്പാറ്റ കാണാതെ കഴിച്ചു തുടങ്ങിയായിരുന്നു. അവള് വരുന്നതിന് മുമ്പേ തീർക്കണം. അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ ഒരു ഐഡിയ വന്നത്. അത് പിന്നെ പറയാം. അമ്മച്ചമ്മയുടെ അടുക്കയിലോട്ട് പോയപ്പോൾ ദാണ്ട് പൂമ്പാറ്റ മാങ്ങയും കൊണ്ട് വരുന്നത്. പിന്നെ ഞാൻ മാങ്ങ കഴിക്കാനിരുന്നു. ഈ പിന്നെ പറയാന്ന് പറഞ്ഞ കാര്യമാ ദാണ്ട്. ഞാൻ ആദ്യം സവാള അരിഞ്ഞു തുടങ്ങി. സവാളയും തക്കാളിയും ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്ത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തുവാ കാണിക്കാൻ പോകുന്നതെന്ന്. മൊത്തത്തിൽ 4 ലേസ് ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ പൂമ്പാറ്റ കാണാതെ കഴിച്ച്. ഇത് ഇറങ്ങുമ്പോൾ അവൾ എന്നെ വെച്ചേക്കത്തില്ല. ബാക്കി 3 ലേസും ഞാൻ ചെറുതാക്കി എടുത്ത്. എന്നിട്ട് ദുമ്പെ അരിഞ്ഞ് വെച്ച സവാളയും തക്കാളിയും അതിലോട്ട് ഇട്ട് കൊടുത്ത്. എന്നിട്ട് അത് മിക്സ് ആക്കി എടുത്ത്. ഇങ്ങനെ ഉണ്ടാക്കാൻ പൂമ്പാറ്റയായിരുന്നേ പറഞ്ഞത്. ഞാൻ ചെന്നപ്പോൾ ദാണ്ട പൂമ്പാറ്റ കിടന്ന് ഉറങ്ങുന്നത്. ലേസ് കണ്ടതും ചാടി എണ്ണിച്ച് കഴിച്ച് സൂപ്പറാന്നും പറഞ്ഞു. അപ്പം നമുക്ക് അടുത്ത വരവിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ.